ആ ദിക്റാണ് ഉമ്മ, ആ ദിക്റാണ് പെങ്ങള്. ഭർത്താവിന്റെ വീട്ടില് പീഡനങ്ങൾ സഹിക്കുമ്പോ ഉസ്താദേ ചിലപ്പോ വിഷം കഴിക്കാൻ തോന്നിപ്പോകും ഉസ്താദ്. ദുനിയാവിൽ ആത്മഹത്യ ചെയ്തവനാണോ അവൻ റബ്ബിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ ഉസ്താദേ? ഒരു ഉമ്മ പോയിട് ഉസ്താദേ, ഒരു ഉമ്മ പോയിട്, ഒരു ഉമ്മ പോയിട്, ഒരു ഉമ്മ കോവിഡാ, കോവിഡല്ല പോയിട്. അപ്പൊ എവിടെ പോയിട്? പോയിട് ഉസ്താദേ, ജ്യോതിഷറ മുട്ട പോയിട്. സുബ്ഹാന ജല്ല. ആ ജ്യോതിഷറ മുട്ട നാനി പോയിട് ചൊല്ലുമ്പോ ഓടി മനസ്സിലാക്കിയ ജ്യോതിഷറ മുട്ട പോയിട്. ജ്യോതിഷ്യ ആ ഉസ്താദ് ഒക്കെ ഉസ്താദ് എന്തിക്ക് കേട്ട ജ്യോതിഷറ മുട്ട എന്തിക്ക് പോയാൻ? അത് മർമോല് ഹലാക്കാവണല്ലോ അങ്ങനെ പറഞ്ഞു. ആര്? മകന്റെ ഭാര്യ മരിച്ചിട്ട് ഓനെ കൊണ്ട് വേറൊരു ആലോചന കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണം. ഹോ നല്ല അമ്മായി സ്വർഗത്തെ ബായയുടെ മുട്ട പോകുമ്പോ അവിടെ കാത്തോണ്ടിക്കും. ആര്? റിസ്വാൻ അലൈഹിസ്സലാം തുറന്നു കൊടുക്കും ജ്യോതിഷര മുട്ട. അങ്ങനെയുണ്ട് ചില സ്ത്രീകള്, ഉളുപ്പില്ലാത്ത ചില സ്ത്രീകളുണ്ട്. സ്വന്തം കുടുംബത്തെ തകർക്കാൻ വേണ്ടി, സ്വന്തം കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടു കാണുന്ന ജോത്സ്യന്മാരുടെയും ഭട്ടർമാരുടെയും പിന്നിൽ പോയി ഈമാനില്ലാതെ ചത്തുപോകുന്ന ചില ഉമ്മമാര്. അല്ലാഹു ഈ സമുദായത്തിലെ ഉമ്മമാരെ നന്നാക്കി തെരുമാറാവട്ടെ. ജോത്സ്യന്മാരുടെ അരികിൽ പോകല്ലേ ഉമ്മ. ശരിക്കും കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മുസ്ലിമായ ആണോ, ഏതെങ്കിലും ഒരു മുസ്ലിമത്തായ പെണ്ണോ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചോ, ഇസ്ലാമിന്റെ നിയമമോ 40 രാത്രികളിൽ അവർ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കൂല. 40 രാത്രികളിൽ അവർ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കൂല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ജ്യോത്സ്യന്മാരുടെ അരികിൽ പോകുന്നവരാണെങ്കിൽ 40 രാത്രികളിൽ തൗബ ചെയ്തവരാണവരെങ്കിൽ ആ 40 രാത്രികളിലും അവർ ചെയ്ത തൗബയുണ്ടല്ലോ ആ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അത്രയും വലിയ അപകടം പിടിച്ച കാര്യമാണ് ഉമ്മ. അതുകൊണ്ട് ആ തോന്നിവാസത്തിന്റെ പിന്നിൽ പോയി കൂടാ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. എന്റെ വാവിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് തുടങ്ങിയത് ചരിത്രമാണ്. സഈദ് ഇബ്നു ആമിർ തങ്ങളുണ്ടല്ലോ, മഹാനവരികൾ ഒന്നാമത്തെ കാരണം പറയുകയാണ്. ദുഹാ സമയത്ത് ഞാൻ എന്റെ ആ നാട്ടിലുള്ള ആളുകളുടെ അരികിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? എന്റെ ഭാര്യക്ക് വേലക്കാരിയില്ല. ആ എന്റെ വീട്ടില് ഭക്ഷണം പാകം ചെയ്യുന്നു ഞാൻ. അതാ പത്തിരിക്ക് വേണ്ടി ഗോതമ്പ് കുളക്കുകയാണ് ഞാന്. കിട്ടുവോ? എന്നെയും നിങ്ങളെയും കിട്ടുവോ? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിലുള്ള ഇംസ രാജ്യത്തുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദുഹാ സമയമാകാൻ കാരണം എന്തറിയോ? രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്റെ വീട്ടിലെ എന്റെ ഭാര്യക്ക് വേലക്കാരി ഒന്നുമില്ലല്ലോ. അപ്പൊ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാന് ഗോതമ്പ് കുളച്ചിട്ട് കൊടുക്കും. ആര്? സഈദ് ഇബ്നു ആമിർ തങ്ങള്. നമുക്കതിന് നേരമുണ്ടോ? നേരമില്ല. നമുക്ക് നേരമുള്ള നേരം മൊത്തം മൊബൈലിലല്ലേ. എന്നിട്ട് ഇവിടെ തന്നെ പറയും, ആയിത്തടി എന്തല്ലേ നാഷ്ടായി തരിയിട്ട്. ഇവനിപ്പോ മൊബൈലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നിന്നിട്ട് കേൾക്കുക, അങ്ങോട്ട് പോയി കൂടെ കൊടുക്കണം, കൂടെ നിൽക്കണം. എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ കൂടെ പാകം. ഞാൻ എന്റെ വീട്ടിൽ ചെയ്യും. വേറൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യക്ക് ഞാൻ ഇങ്ങനെ മുറിച്ചു കൊടുക്കും. ഒന്ന് ചെയ്തു നോക്ക്, ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും. ചെയ്യണില്ലേ? ദിവസം പോകും തോറും ടേസ്റ്റ് കുറഞ്ഞു പോകും. അല്ലെ? നിങ്ങൾ ഈ മനസ്സിലാക്കിയതുപോലെ ഈ ചില സമയത്ത് ഭക്ഷണത്തിന് എറു കൂടുതലുണ്ടാവും. ഉണ്ടാവൂലേ? നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു തെറ്റിയിട്ടത് അല്ല. ഇന്നലെ നിങ്ങൾ എന്തോ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അതിനെ തിരിച്ചടിയാതെ അല്ലട്ടോ. മഞ്ഞനാടിയിലെ ഉമ്മമാർ അങ്ങനൊന്നുമല്ല. അവർ നല്ല ഉമ്മമാര്. അവരങ്ങനെ പ്രതികരിക്കില്ല. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പാടില്ല. ഭാര്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിപ്പിക്കാനുള്ളവരല്ല.
ഏത് വേദനിക്കുന്ന സമയത്തും ആശ്വസിപ്പിക്കേണ്ടവനാണ് ഭാര്യയുടെ മനസ്സിനെ ഭർത്താവ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ വന്നിട്ട് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ നാവിനൊരു കുഴപ്പമുണ്ട്, എന്റെ നാവിനൊരു കുഴപ്പമുണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പറയാ, എന്താ? ഞാൻ ദേഷ്യം വന്ന ചിലപ്പോ എന്റെ വീട്ടുകാരെ ഞാൻ ചീത്ത പറയും. അപ്പൊ തെളിവായി അല്ലേ? തെളിവായി. അപ്പൊ നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്ന വിഷയമല്ല ഇപ്പോ. ഉസ്താദ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ അങ്ങനെ ആക്കിറ, അപ്പൊ നങ്ങത്തിൽ പിന്നെമാരെ പറഞ്ഞെന്തോ ആവുകില്ലല്ലേ? അതല്ല, അതിന് ശേഷമുള്ള ഭാഗം കൂടി നോക്കണം. ശേഷമുള്ള ഭാഗം ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തേ സ്വലാത്ത് ഇല്ലത്? ദർക സ്വലാത്ത് ഇല്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാന് എന്റെ വീട്ടുകാരെ ചിലപ്പോ ചീത്ത പറയും എന്റെ നാവ് കൊണ്ട്, എനിക്ക് പേടിയാവുക. എന്താ പേടിയെന്നറിയോ? അഖ്ശാ അൻ യുദ്ഖിലനി നാർ, ഞാൻ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞാൽ അത് എന്നെ ചിലപ്പോ നരകത്തിൽ പ്രവേശിപ്പിക്കുമോ? ഞാൻ പേടിക്കുകയാണ് നബിയെ. ഭർത്താക്കന്മാര് പേടിക്കണോ? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പേടിച്ചത് അങ്ങനെയാണ്. ഞാൻ എന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞാൽ അത് കാരണമായി ഞാൻ നരകത്തിൽ പോകുമോ എന്ന് ഭയക്കുകയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പേടിച്ചത് അങ്ങനെയാണ്. മഹാനവരികൾ പറയുകയാണ്, നബിയേ എനിക്ക് വല്ലാത്ത പേടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് പറയുകയാണ്, ഫഅൈന അൻത മിനൽ ഇസ്തിഗ്ഫാർ, ഭാര്യയെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ നരകത്തിൽ പോകാൻ പേടിയുണ്ടോ? ഫഅൈന അൻത മിനൽ ഇസ്തിഗ്ഫാർ, നിനക്കൊന്ന് മാപ്പ് ചോദിച്ചുകൂടെ? ആരോട്? അല്ലാഹുവോട് പൊറുക്കലിന് ചോദിച്ചുകൂടെ? തൗബ ചെയ്തുകൂടെ? ഭാര്യനെ ചീത്ത പറഞ്ഞാൽ ഭാര്യനോട് പൊരുത്തം ചോദിക്കുന്നതോടൊപ്പം റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. എന്തേ? കാരണം ഭാര്യമാരുടെ മനസ്സ് വേദനിപ്പിക്കുകയെന്നത് അതത്ര ചെറിയ വിഷയമല്ല. ഇത് പുരുഷന്മാരോട് പറയുന്നതോടൊപ്പം സ്ത്രീകളോട് ഞാനൊരു കാര്യം പറയട്ടെയോ, ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാര് എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെ ആവോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എല്ലാ നാട്ടിലെ പുരുഷന്മാരും നിങ്ങളെ പോലെ ആയിക്കോളും, നിങ്ങൾ നല്ലവരാ. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ചിലപ്പോ എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന ഭർത്താവ് ഒരുപോലെ ആവൂല. ചില ഭർത്താവ് നല്ല ഭർത്താവായിരിക്കും, വേറെ ചില ഭർത്താവ് എന്നും ഭാര്യനെ ചീത്ത പറയുന്നതായിരിക്കും. എന്നാ നിങ്ങൾ നല്ല ക്ഷമ വേണോ? നല്ല ക്ഷമ വേണേ. ഒരിക്കലും തളർന്നു പോകരുത്. ഭർത്താവിന്റെ മോശമായ സ്വഭാവം കണ്ട് തളർന്നു പോകല്ലേ പെങ്ങള്. ഉസ്താദേ എന്റെ സങ്കടം ആരോട് പറയാനോ? എത്ര സഹോദരിമാരാ പറയുന്നത്, എന്റെ സങ്കടം ആരോട് പറയാനാ ഉസ്താദേ? സഹിച്ച് ക്ഷമിച്ച് 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 ഇനി സഹിക്കാനൊന്നുമില്ല, ക്ഷമിക്കാനൊന്നുമില്ല പെങ്ങളെ. ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസത്തോടെ കഴിയുന്ന പെങ്ങന്മാരെന്റെ സദസ്സിലുണ്ടെങ്കിൽ ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദിക്റാണത്. എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലോ, എത്ര വലിയ പ്രതിസന്ധിയുണ്ടെങ്കിലോ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാട് കിട്ടൂ. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാട് കിട്ടൂ. ഏതാണ് ആ ദിക്ർ എന്നറിയോ? ആ ദിക്റാണ് മുൻഗാമികളായ മഹാന്മാര് മുഴുവനും പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോ ആ പ്രയാസങ്ങളിൽ രക്ഷപ്പെട്ട് കിട്ടാൻ ചൊല്ലിയ ദിക്റാണത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തുട്ടനായ ഭരണാധികാരിയായ നുമ്രൂദ് എന്ന ഭരണാധികാരിയുണ്ടല്ലോ, ആ നുമ്രൂദ് എന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീയുടെ ശക്തി ഏൽക്കാതിരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ച മന്ത്രമാണ് കേട്ടോ, ചൊല്ലിയ ദിക്റാണ് കേട്ടോ.
തീർന്നില്ല ചെറുപ്പക്കാരാ, കേട്ടു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ആ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുകയാ. കൂടെ പിൻഗാമികളുണ്ട്, അനുയാടികളുണ്ട്. അനുയാടികൾക്ക് നേതൃത്വം നൽകുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാ. സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങോട്ടാ? എവിടെയാണ് സമരമുഖമെന്നറിയോ? സമുദ്രമാ. ആ കടലിലേക്ക് ചാടി ഇറങ്ങുന്നു. ഏതിലാണ് കടലിലേക്ക് ഇറങ്ങുന്നത്? ഷിപ്പിലല്ല, കപ്പലിലല്ല. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് ആ മൃഗത്തോട് കൂടെ കടലിലേക്ക് ഇറങ്ങുകയാണ്. പിന്നിലുള്ള അണികളോട് പറയുന്നു, ഞാൻ മൃഗവുമാണ് കടലിലേക്ക് ഇറങ്ങുമ്പോ നിങ്ങളും കടലിലേക്ക് ഇറങ്ങണം. മൃഗത്തിലൂടെയാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ആ കടലിലേക്ക് ഇറങ്ങുമ്പോ ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്ർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. മഹാനവരുകളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് കടലിലോട്ട് ഇറങ്ങുന്നത് കാണുമ്പോ അടുത്ത് നിൽക്കുന്നവരൊക്കെ സാഗോദം വീക്ഷിക്കുകയാണ്. അല്ലാ അല്ലാ, എന്താണിത് കാണുന്നത്? മൃഗത്തിൻ പുറത്ത് കയറിയിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണോ? ആ മൃഗത്തിന്റെ കാലിലേക്ക് നോക്കുമ്പോ കാലിൽ ഒരു നനവ് കാണുന്നില്ല. സാധാരണഗതിയിൽ ഭൂമിയിലൂടെ നടക്കുന്നത് പോലെയാണ്. ഈ മൃഗങ്ങൾ മുഴുവനും കടലിലൂടെ ചലിക്കുകയാണ്. എന്തേ കാരണം? കടലിൽ താഴ്ന്നു പോകുന്നില്ല. എന്തേ കാരണമെന്നറിയോ? ആ കടലിലേക്ക് ചാടിയിറങ്ങുന്നതിന് മുമ്പായി സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളും ചൊല്ലിയിട്ടുണ്ട്. പിന്നിൽ നിൽക്കുന്ന അനുയാടികളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റാണ് ഉമ്മ, ആ ദിക്റാണ് പെങ്ങള്. ഭർത്താവിന്റെ വീട്ടില് പീഡനങ്ങൾ സഹിക്കുമ്പോ ഉസ്താദേ, ചിലപ്പോ വിഷം കഴിക്കാൻ തോന്നിപ്പോകും ഉസ്താദ്. ചിലപ്പോ ആയുധമെടുത്ത് കഴുത്തൊന്ന് കീറി മുറിക്കാൻ തോന്നിപ്പോകും ഉസ്താദ്. ചിലപ്പോ ഫാനിലൂടെ ഇറങ്ങി നിൽക്കാൻ തോന്നിപ്പോകും ഉസ്താദ്. സുസൈഡ് ചെയ്യാൻ തോന്നിപ്പോകും ഉസ്താദ്. ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോകും ഉസ്താദ്. വേണ്ട വേണ്ട, ഒരു പെങ്ങളെ പോലെ നിന്നോട് പറയുകയാ പെങ്ങള്, ഭർത്താവിന്റെ വീട്ടിൽ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരമായി എന്തിനാണ് നീ നിന്റെ ശരീരം ബലിയർപ്പിക്കുന്നത്? ആത്മഹത്യ വലിയ അപകടമാണ്. ആത്മഹത്യ വലിയ അപകടമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ ദുനിയാവിൽ ആത്മഹത്യ ചെയ്തവനാണോ അവൻ റബ്ബിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആത്മഹത്യ ചെയ്ത കോലത്തിലാണ്. അവൻ അവിടെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? ദുനിയാവിൽ ആത്മഹത്യ ചെയ്ത രൂപങ്ങളുണ്ടല്ലോ, ആവർത്തിച്ചവന് നൽകുന്നു. അതിന് പകരം നിന്റെ മനസ്സ് കട്ടിയാക്കിക്കോ. തളർന്നു പോകരുതേ പെങ്ങള്, പതറിപ്പോകരുതേ പെങ്ങള്, ടെൻഷനിലായി പോകരുതേ പെങ്ങള്. അതിന് ഞാൻ നിനക്കൊരു മരുന്ന് പറഞ്ഞു തരാ. ആ മരുന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ കാണുന്നതല്ല. ആ മരുന്ന് പഠിപ്പിച്ചു തന്ന നേതാവ് ആരാണെന്നറിയോ? ആ മരുന്ന് പറഞ്ഞു തന്നത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല. ആ മരുന്ന് പറഞ്ഞു തന്നത് ലോക ആരോഗ്യ സംഘടനയല്ല. ആ മದ್ದನ್ನು ಕಲಿಸಿಕೊಟ್ಟದ್ದು വിശ്വ ആരോഗ്യ സംഘടനയല്ല. ആ മരുന്ന് പഠിപ്പിച്ചു തന്ന നേതാവാരാ? താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഏതാണ് ആ ദിക്ർ എന്നറിയുമോ? ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എണ്ണമില്ലാതെ ചൊല്ലിക്കോ.
മനസ്സ് തളരാനാകുമ്പോ ചൊല്ലിക്കോ, അർത്ഥം ചിന്തിച്ച് ചൊല്ലിക്കോ. എന്താണ് അർത്ഥമെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ല മതി. ആരെന്നെ കൈവിട്ടാലോ, ആരെന്നെ തളർത്തിയാലോ, ആരെന്നെ മോശമാണി കണ്ടാലോ, ആരെന്നെ പരിഗണിക്കാതിരുന്നാലോ എന്റെ റബ്ബുണ്ടല്ലോ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതിയാ. വനിഅമൽ വകീൽ, ഞാൻ ആ റബ്ബിനെയാണ് ഭരമേൽപ്പിക്കുന്നത്. ആ ദിക്ർ ചൊല്ലി മനസ്സ് ദൃഢമാക്കിക്കോ.